ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയും യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും മറ്റുള്ളവർക്കൊരനുഗ്രഹമാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സങ്കീർത്തനം 31-ാം സങ്കീർത്തനം 19-ാം തിരുവചനം ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി മാറി മറ്റുള്ളവർക്കൊരനുഗ്രഹമാകുവാനായിട്ടുള്ള വിളിയാണ് ക്രിസ്തീയ ജീവിതം. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു സഹോദരി കുടുംബസമേതം വന്ന് അവരുടെ ദുഃഖം ഇപ്രകാരം പറയുകയുണ്ടായി: അച്ഛാ, 22 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരനും ഭാര്യയും കുഞ്ഞും ഞങ്ങളുമായി പിണങ്ങി വിദേശത്തേക്ക് പോയി. 22 വർഷമായിട്ടും ഇന്നേ വരെ ഞങ്ങളെ വിളിക്കുകയോ ഞങ്ങളുമായി സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊത്തിരി വിഷമമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ ആ സഹോദരനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ നിങ്ങൾക്ക് ചെയ്ത വിഷമതകൾ, ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നതാണ് ഇത്രയും വർഷക്കാലം ഇതൊരു ദൈർഘ്യമായിട്ട് മാറിയത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഹോദരനെയും ജീവിത പങ്കാളിയെയും ആ കുഞ്ഞിനെയും മനസ്സിൽ കണ്ട് നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്തയാഴ്ച അവർ വീണ്ടും നൊവേനയിലും ശുശ്രൂഷയിലും പങ്കെടുക്കാനായിട്ടെത്തിയപ്പോൾ അവർക്ക് പറയാനായിട്ടൊരു സന്തോഷമുണ്ടായിരുന്നു. അവർ ആ കുടുംബം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ആ ആഴ്ച തന്നെ 22 വർഷക്കാലം ഒരു ഫോൺ വിളി ഇല്ലാതിരുന്ന സഹോദരൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു ഫോൺ വിളി ഞങ്ങളെ വിളിച്ചു. ഫോണിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങളെയൊക്കെ വന്ന് കാണാം. പ്രിയമുള്ളവരെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ ഒരു സംഭവത്തിലൂടെ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനായിട്ടുള്ള വിളിയാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം. അബ്രഹാത്തിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാത്തിന് കൊടുക്കുന്ന ആ അനുഗ്രഹവും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ. വീണ്ടും തുടർന്ന് പറയുകയാണ്, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുകയാണ്. ഏതൊരു വ്യക്തി ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നുവോ ആ അനുഗ്രഹിക്കുന്ന വ്യക്തിയെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുന്നുവെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായം 24 പറയുക, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെടാൻ കാരണം നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കാതെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ കുടുംബങ്ങളിൽ സംസാരിക്കുന്നത് കൊണ്ടാണ്. അടുത്ത നാളുകളിൽ ഒരു കുടുംബത്തിൽ ഭവന സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ടിടയായി. അമ്മയും മകളും മാത്രമേ ഉള്ളൂ. മകള് അറിയപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പുറത്തെല്ലാവരോടും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെയൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞ്
ആ അമ്മയും മകളും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവർ പരസ്പരം പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്, എൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിങ്ങളാണെന്ന് പറഞ്ഞ് പരസ്പരം അമ്മയും മകളും പരസ്പരം പഴിചാരാനായിട്ട് തുടങ്ങി. അനുഗ്രഹിക്കുന്നതിന് പകരം, അനുഗ്രഹത്തിൻ്റെ വാക്കുകൾക്ക് പകരം ശപിക്കപ്പെടുന്ന വാക്കുകൾ, ശാപം കൊടുക്കുന്ന വാക്കുകൾ അവർ പരസ്പരം പറയാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, എന്നിട്ട് ഇവർ പറയുകയാണ്, ഈ സഹോദരി പറയുകയാണ്, അച്ഛാ, ഞാൻ എൻ്റെ തൊഴിൽ മേഖലയിലേക്ക് പോകാനായിട്ട് രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ അമ്മ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും, എപ്പോഴും ഏതെങ്കിലും രീതിയിൽ ശാപവാക്കുകളെ പറയൂ. അമ്മയ്ക്കും പറയുവാനുണ്ട്, ഈ മകള് എന്നെ സഹായിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്കൊരു അനുഗ്രഹമല്ല ഈ മകളെന്ന് പറഞ്ഞ് അമ്മയും കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭവനത്തിൽ ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, സുരക്ഷിതത്വമില്ല. പുറമേയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലെത്തി കഴിയുമ്പോൾ അവർ രണ്ടുപേരും അസ്വസ്ഥരാകുകയാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പരസ്പരം ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുമെന്നും ബന്ധങ്ങളിൽ ഒരു അനുഗ്രഹം കടന്നു വരുമെന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കണം. യുവാവാകാം, യുവതിയാകാം, നിൻ്റെ കുടുംബത്തിലെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നീ ആയിരിക്കുന്ന ചുറ്റുപാടുകൾക്കും നീ ഒരു അനുഗ്രഹമാണോ? ഒരുപക്ഷെ മാതാപിതാക്കളാകാം. മാതാപിതാക്കൾ തങ്ങളോട് തന്നെ ചോദിക്കണം, ഞങ്ങളുടെ മക്കൾക്ക്, അയൽവക്കത്ത്, എൻ്റെ ജീവിത പങ്കാളിക്കൊക്കെ ഞാനൊരു അനുഗ്രഹമാണോ? പലപ്പോഴും ഇന്ന് അനുഗ്രഹത്തിന് പകരം നമ്മൾ ദുഃഖം കൊടുക്കുന്നവരാണെങ്കിൽ അത് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന് വിരുദ്ധമാണെന്ന് തിരിച്ചറിയണം. പഠന മേഖലയിൽ പോകുന്ന കുഞ്ഞിനെ നിനക്ക് അനുഗ്രഹിച്ചിട്ട് വിടാൻ കഴിയുന്നുണ്ടോ? തൊഴിൽ മേഖലകളിൽ കടന്നു പോകുന്ന നിൻ്റെ കുടുംബാംഗങ്ങളെ നിനക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിടാൻ കഴിയുന്നുണ്ടോ? ഇവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ എത്രമാത്രം നമ്മൾ പ്രബലപ്പെട്ടിരിക്കുന്നു എന്നറിയാനായിട്ട് സാധിക്കുന്നത്. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കുമെന്നാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 6 പറയുക. സകല പ്രവൃത്തികളിലും, എന്ത് പ്രവൃത്തി ചെയ്യാനായിട്ട് പോകുമ്പോഴും നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് വിടാനായിട്ട് കഴിയണം. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ്. പുരോഹിതൻ ജനങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം അവരോട് പറഞ്ഞ ഇപ്രകാരം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു എന്നാണ് അബ്രഹാമിനെ കുറിച്ച് പറയുക. കാരണം അബ്രഹാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരുന്നു. അബ്രഹാമിൻ്റെ നിലപാടുകളാണ്. ലോത്തുമായി ഒരുമിച്ച് അവരിറങ്ങി പുറപ്പെടുകയാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ സഹോദരപുത്രനായ ലോത്തും കൂടെ പോവുകയാണ്. രണ്ടുപേരും അനുഗ്രഹം കൊടുക്കുവാനും അനുഗ്രഹമാകുവാനും വിളിക്കപ്പെട്ടവർ. അബ്രഹാം തൻ്റെ അനുഗ്രഹത്തിൽ ഉറച്ചു നിന്നപ്പോൾ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവരെ കരുതുന്ന കാര്യത്തിൽ അബ്രഹാം ഉറച്ചു നിന്നപ്പോൾ, കൂടെ പോയ ലോത്ത് കുറേ നാൾ കഴിയുമ്പോൾ സമ്പത്തൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ അബ്രഹാമിനെ മറക്കാനായിട്ട് തുടങ്ങി. അനുഗ്രഹമാകേണ്ട ലോത്ത് ഒരു ശാപമായി തീരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളത് കണ്ടുമുട്ടുന്നുണ്ട്. അനുഗ്രഹമാകുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ലോത്ത് അവസാനം ശാപമായി തീരുകയും അവൻ ആയിരുന്ന ആ സ്ഥലത്ത് സോദോം ഗോമോറ പോലും നശിപ്പിക്കുവാനായിട്ട് ഇടവരുകയും ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താണ്? അനുഗ്രഹത്തെക്കാൾ ഉപരി, മറ്റുള്ളവർക്ക് അനുഗ്രഹം വരണമെന്നുള്ള ചിന്തയേക്കാൾ ഉപരി സ്വാർത്ഥത ലോത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് ലോത്ത് അനുഗ്രഹത്തിന് പകരം ശാപമായി മാറിയത്. സമ്പത്തുകളും ആടുമാടുകളും വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴും ഇവരുടെ കൂലിക്കാർ, ഇവരുടെ തൊഴിലാളികൾ പരസ്പരം കലഹിക്കാൻ തുടങ്ങുമ്പോൾ അബ്രഹാം പറയുകയാണ്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ കലഹിക്കാൻ പാടില്ല. എന്നാൽ ലോത്ത് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം ലോത്ത് സഹോദരനുമായിട്ട് പിരിഞ്ഞു പോവുകയാണ്. അബ്രഹാം പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ളതിടത്ത് പോയി നിനക്ക് കടന്നു പോകാമെന്ന് പറയുമ്പോഴും ലോത്ത് അവിടെ യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് അങ്ങനെയല്ല. സമ്പത്ത് കൂടിയപ്പോൾ അകന്നു പോകേണ്ടതല്ലല്ലോ ബന്ധം. സമ്പത്തും അതുപോലെ സുഖസൗകര്യങ്ങളും കൂടുമ്പോൾ ബന്ധങ്ങൾ അകന്നു പോകുമ്പോൾ അനുഗ്രഹമാകേണ്ടവർ പോലും ശാപമായി മാറും എന്ന് അബ്രഹാത്തിൻ്റെയും ലോത്തിൻ്റെയും സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലോത്ത് അവിടെ പറയേണ്ടത് അങ്ങനെയല്ല. കാരണം ആ പരിചാരികമാരെയും അതുപോലെ തന്നെ ആ തൊഴിൽ ചെയ്യുന്നവരെയും
മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. കാരണം അകന്നു പോകേണ്ടവരല്ല, വഴക്കിടേണ്ടവരല്ല, അനുഗ്രഹമാകേണ്ടവരാണെന്ന് ലോത്ത് നിലപാടെടുത്ത് അബ്രഹാത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ലോത്ത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുമായിരുന്നു, ലോത്തും ഒരു അനുഗ്രഹമാകുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനായിട്ട് തടസ്സമായി വരുന്നത് നമ്മൾ മറ്റുള്ളവരെ കരുതാതെ പോകുന്നത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1 കർത്താവ് എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാത്തിലൂടെ മറ്റു പലരെയും ദൈവം അനുഗ്രഹിച്ചു. കാരണം അബ്രഹാം സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടില്ല. സഹോദരപുത്രൻ്റെ ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കുവാനായിട്ടുള്ളൊരു മനസ്സ് അബ്രഹാമിനുണ്ടായിരുന്നു. ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ജീവിതത്തിലും നമ്മളിത് കാണുന്നത് ഇത് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 3 സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെയും ഉളവാക്കട്ടെ. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 61:9 പറയുക, അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെ നോക്കി ലോകത്തിലുള്ള മറ്റുള്ളവർ പറയേണ്ട കാര്യം ഇതാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് വിളിക്കപ്പെടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കണം. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച ഒരു ജീവിതമായിരുന്നു. കർത്താവിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് കൊടുത്ത് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ പിതാവ് എപ്പോഴും ഫ്രാൻസിസ് അസീസിയെ കാണുമ്പോൾ ശപിക്കുമായിരുന്നു. ഫ്രാൻസിസ് അസീസി എന്ത് ചെയ്യും? ഉടനെ ആ അടുത്തുള്ള ഏതെങ്കിലും ദരിദ്രരെ കാണുമ്പോൾ ഫ്രാൻസിസ് അസീസി ചെന്ന് അവരുടെ മുമ്പിൽ നിന്നിട്ട് പറയും, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ അപ്പൻ എന്നെ ശപിക്കുന്നു, നിങ്ങൾ അതിന് പകരമായിട്ട് എന്നെ അനുഗ്രഹിക്കുക. തുടർന്ന് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുടനീളം എല്ലാറ്റിനെയും അനുഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഫ്രാൻസിസ് അസീസി മാറുകയാണ്. ആരെയും ശപിക്കുവാനായിട്ട്, ആരെയും തകർക്കുവാനും കുറ്റപ്പെടുത്തുവാനുമായിട്ട് ഫ്രാൻസിസ് അസീസി തയ്യാറാകുന്നില്ല. കാരണം അനുഗ്രഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞതുകൊണ്ട്, ശാപം അത് തകർച്ചയുടെ തലത്തിലേക്ക് വ്യക്തികളെ നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആരെയും ശപിക്കാതെ കുറ്റപ്പെടുത്താതെ എല്ലാവരെയും അനുഗ്രഹിച്ച് ജീവിച്ച ജീവിതമായിരുന്നു ഫ്രാൻസിസ് അസീസിയുടേത്. വസ്തുക്കളെയും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെയും എല്ലാറ്റിനെയും ഫ്രാൻസിസ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസിൽ നമ്മൾ കണ്ടത്. സർവ്വചരാചരങ്ങളെയും അനുഗ്രഹിക്കുവാനായിട്ടുള്ളൊരു വിളിയാണ് ക്രിസ്തീയ വിളി. നമ്മൾ അനുദിന ജീവിതത്തിൽ പലരുമായിട്ടൊക്കെ ഇടപെടാറുണ്ട്. അവരോടൊക്കെ നമ്മൾ നിനക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണോ നമ്മൾ ഓരോ പ്രാവശ്യവും അവരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത്? എത്ര പേരെ ഒരു ദിവസം നമുക്ക് അനുഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്? ഓരോ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഈ ദിനത്തിൽ ഞാൻ എത്ര പേർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി? എത്ര പേരെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് എന്നിലൂടെ ദൈവം അനുഗ്രഹമായി മാറിയിട്ടുണ്ട്? അപ്പോസ്തല പ്രവർത്തനത്തിൽ 14-ാം അധ്യായം 3 അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. കാരണം ഓരോ വ്യക്തികളിലും, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളിലൂടെ കർത്താവ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നമ്മുടെ നോട്ടത്തിലും മനോഭാവത്തിലും ആരെയും ശപിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ എപ്പോഴും നമ്മളെക്കാൾ താഴെ ഇടയിലുള്ളവരെ ചിന്തിക്കാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പുറപ്പെടാനും കഴിയണം. എങ്കിലേ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. എപ്പോഴും നമ്മൾ ഉയർന്നു നിൽക്കാനായിട്ടുള്ള മനോഭാവത്തോടെ ഓടിക്കൊണ്ടിരുന്നാൽ നമുക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാനായിട്ട് സാധിക്കുകയില്ല. അനുഗ്രഹമാകണമെങ്കിൽ നിന്നേക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. അവരുടെ വേദനകളിൽ, കുറവുകളിൽ, അവരുടെ പരിതാപകരമായ അവസ്ഥകളിലേക്ക് നിനക്കിറങ്ങിച്ചെല്ലാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകുമ്പോൾ നീ അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. കൽക്കത്തയിലെ മദർ തെരേസയുടെ ജീവിതം നമ്മൾ കാണുന്നില്ലേ? മദർ തെരേസ ആ പീഡിതരിലും രോഗികളിലും തകർക്കപ്പെട്ട അവസ്ഥകളിൽ കിടക്കുന്നവരുടെ ജീവിതത്തിലേക്ക് മദർ തെരേസ ഇറങ്ങിച്ചെന്നപ്പോൾ മദർ തെരേസ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ട് മാറി. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. കാരണം ഭൂമിയിൽ മഴ പെയ്തിറങ്ങുന്നത് പോലെ ദരിദ്രരുടെ, ബലഹീനരുടെ, എളിയവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു ക്രിസ്തു വിശ്വാസി ഇറങ്ങിച്ചെല്ലുമ്പോൾ അവൻ അവിടെ അനുഗ്രഹമായിട്ട് മാറുകയാണ്. അപ്പോൾ ജനിച്ച കുടുംബത്തിൽ നമുക്കൊരു അനുഗ്രഹമാകാനായിട്ട് കഴിയണം. നമ്മളായിരിക്കുന്ന അയൽവക്കങ്ങളിൽ നമ്മളൊരു അനുഗ്രഹമായിരിക്കണം. അപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ
മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവകകൾ ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാകാം. പള്ളിയിൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ വഴിയിൽ വാഹനത്തിൽ സ്ഥലമുണ്ടായിരിക്കുകയും നമ്മൾ മറ്റുള്ളവരെ കരുതാതെ പള്ളിയിൽ പോകുന്നവർ അവരുടെ രീതിയിൽ പൊയ്ക്കോളട്ടെ എന്ന് കരുതി നമ്മൾ സ്വാർത്ഥരായിട്ട് നമ്മളെ വാഹനത്തിൽ നമ്മൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നില്ല. നമുക്ക് ദൈവം തന്ന വസ്തുവകൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ വിജ്ഞാനം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, ഇവയൊക്കെ അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് മാറുവാൻ നമ്മൾ പങ്കുവയ്ക്കുന്നവരായിട്ട് മാറണം. സ്വാർത്ഥത അനുഗ്രഹത്തിന് തടസ്സമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുവൻ്റെ ഉള്ളിലെ സ്വാർത്ഥതയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ലോത്ത് അനുഗ്രഹമാകാനായിട്ട് അബ്രഹാത്തോട് ഒപ്പം ഇറങ്ങി പുറപ്പെട്ടിട്ട് ലോത്തിൻ്റെ ഉള്ളിൽ സ്വാർത്ഥത നിറഞ്ഞപ്പോൾ അവസാനം അബ്രഹാമിനെ മറന്ന് നിലപാടെടുക്കുകയാണ്. അബ്രഹാത്തോടൊപ്പം യാത്ര ചെയ്യേണ്ട ജീവിതത്തെ, ബന്ധങ്ങളിൽ നിലനിൽക്കേണ്ട ജീവിതത്തെ, സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടി അതെല്ലാം മുറിച്ചു മാറ്റി അവൻ നഗരങ്ങളിലേക്ക് പാർക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ നഗരം പോലും അഗ്നിക്കിരയാവുകയാണ്. അപ്പോൾ സ്വാർത്ഥത ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ബന്ധങ്ങളെ മുറിച്ചു മാറ്റി നമ്മൾ വളരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാതെ പോകും. അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ അനുഗ്രഹമല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ താഴുന്ന അവസ്ഥയിലെത്തിച്ചേരും. അപ്പോൾ നമ്മൾ എപ്രകാരം മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും? നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് കഴിയണം. എല്ലാ ദിവസവും നമ്മൾ മറ്റുള്ളവരെ ഓർത്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ദൈവം അവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകും. കാരുണ്യ പ്രവൃത്തികളിൽ ഇടപെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ട ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. സ്നേഹപൂർവമായ ഇടപെടലുകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പുറപ്പെട്ടതായിരുന്നു ലോത്തും അബ്രഹാമും. ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ട ഈ അബ്രഹാമും ലോത്തും എന്നാൽ ഹീനമായ ഒരു പരാജയത്തിൽ ലോത്ത് എത്തിച്ചേരുകയാണ്, അധംപതനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 19 വരെയുള്ള തിരുവചനം നമുക്ക് കാണാം. അവസാനം ലോത്തിൻ്റെ അവസ്ഥ എന്താണ്? കുടിച്ച് ലക്കുകെട്ട് സ്വന്തം പെൺമക്കളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുന്ന അത്ര ഹീനമായ ഒരു അധംപതനത്തിലേക്ക് ലോത്ത് എത്തിച്ചേരുവാനായിട്ട്, പരാജയപ്പെടുവാനായിട്ട് ഇടയായത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മുടെ ജീവിതം നമ്മളൊന്ന് ആത്മപരിശോധന ചെയ്യേണ്ടത്. എൻ്റെ യാത്ര എങ്ങോട്ടാണ്? ഞാൻ അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെയാണോ യാത്ര ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ട ജീവിതം ഇന്ന് ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരെ എനിക്ക് അനുഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്? എൻ്റെ കുടുംബ ബന്ധത്തിൽ മറ്റുള്ളവരെ എന്നെ നോക്കി എന്താണ് പറയുന്നത്? നീ ഒരു അനുഗ്രഹമാണ് എന്ന് പറയത്തക്ക വിധം അവരോട് ഇടപെടാനായിട്ട് കഴിയുന്നുണ്ടോ? അതോ നീ ഒരു ശാപമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെന്നെ ശപിക്കുവാൻ തക്ക വിധം ഞാൻ മറ്റുള്ളവർക്ക് ഒരു ദുഃഖമായി ദുരന്തമായിട്ടും തീർന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, കുറവുകൾ മനസ്സിലാക്കണം. വർദ്ധിച്ച സമ്പത്തിലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറുന്നത് വർദ്ധിച്ച സമ്പത്താണ്. കാരണം അവർക്കൊന്നിച്ച് താമസിക്കുവാൻ ആ ദേശം മതിയാവില്ല എന്ന കാരണം പറഞ്ഞ് അവർ പരസ്പരം പിരിയാനായിട്ട് തുടങ്ങുകയാണ്. ഇരുവരുടെയും ഇടയന്മാർ തമ്മിൽ കലഹത്തിന് കാരണമായി സഹോദര ബന്ധത്തെ തകർക്കുമോ എന്ന ആശങ്ക വന്നപ്പോഴാണ് അബ്രഹാം മുൻകൈ എടുത്തിട്ട് ലോത്തിനോട് പറയുന്നത്, നമ്മൾ തമ്മിൽ കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്. അപ്പോൾ നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയുമ്പോൾ അബ്രഹാത്തിൻ്റെ മനോഭാവം നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ലോത്ത് എന്താണ്? ആ ഒരു പ്രശ്നത്തിൽ അനുഗ്രഹമാകേണ്ട ഒരു ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് പരസ്പരം ഒന്നിച്ചു തന്നെ പോകാനായിട്ട് തയ്യാറാകാതെ ജോർദാൻ സമതലം അത് ഫലപുഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അബ്രഹാമിന് ലഭിക്കേണ്ടത് അത് കവർന്നെടുക്കുന്ന ലോത്തിനെയാണ് നമ്മൾ കാണുന്നത്. അവസാനം എന്താണ്? ലോത്തിൻ്റെ പരാജയത്തിൻ്റെ തുടക്കം അതുതന്നെയാണ്. സമ്പത്ത് കുറവായിരുന്നപ്പോൾ സഹോദരങ്ങളുമായി കഴിയാൻ സാധിച്ചപ്പോൾ ഇപ്പോൾ സമ്പത്ത് വർദ്ധിച്ചിട്ടും സഹോദരങ്ങളുമായി കഴിയാൻ കഴിയാത്തത് എന്തേ എന്ന് ചോദിക്കേണ്ടതിന് പകരം ലോത്ത് എന്താണ്? ലോത്ത് പിരിഞ്ഞു പോവുകയാണ്. സാഹോദര്യം മറന്ന് നിലപാടെടുക്കുന്നു. അപ്പോൾ മെച്ചപ്പെട്ട ഭാഗം സ്വയം തിരഞ്ഞെടുക്കുമ്പോൾ
തൻ്റെ സഹോദരന് ലഭിക്കേണ്ടത് എന്താണെന്ന് ചിന്തിക്കാതെ ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അനുഗ്രഹമാകേണ്ട ലോത്ത് ശാപമായിട്ട് മാറുകയാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് സാധിക്കും. അർഹതപ്പെട്ടത് മറ്റുള്ളവരെ നിഷേധിച്ച് നമ്മൾ കവർന്നെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവർക്കും നമുക്കും അനുഗ്രഹമല്ലാത്ത ഒരു തലത്തിൽ തരം താഴുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ സ്വയം ചോദിക്കണം, സ്വാർത്ഥത തേടി ജീവിക്കുന്ന ഒരു ജീവിതമാണോ എൻ്റെത്? സ്വാർത്ഥതയാണോ ഞാൻ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട്, എൻ്റെ ചെറിയൊരു ജീവിതം കൊണ്ട് ഞാൻ കൂടുതൽ അനുഗ്രഹം കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടോ? അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യേശു കർത്താവിൽ വിശ്വസിക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം, ഓരോ ദിവസവും നമുക്ക് എത്ര പേരെ അനുഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് നമ്മൾ ചോദിക്കണം. അനുഗ്രഹം എന്ന് പറയുന്നത് കൊടുക്കുന്നവർ മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് അവരുടെ അനുഗ്രഹം, അവരുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു എളിമ കൂടി നമുക്കുണ്ടാകണം. മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ ഒന്ന് എളിമയോടെ നിന്നുകൊണ്ട്, മക്കളെ നിങ്ങളെന്നെ ഒന്ന് അനുഗ്രഹിക്കുമെന്ന് പറയുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം കൂടുതൽ കടന്നു വരും. നമ്മുടെ മക്കൾക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്ന മക്കളോട് നിങ്ങൾ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കുക. കാരണം അബ്രഹാത്തോട് ദൈവം പറഞ്ഞെന്താണ്? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ദൈവാനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എളിമപ്പെട്ട് നിന്നിട്ട് മക്കളോട് പറയണം, മക്കളെ ഈ അപ്പനെ ഒന്ന് അനുഗ്രഹിക്കുക, മക്കളെ ഈ അമ്മയെ ഒന്ന് അനുഗ്രഹിക്കുക എന്ന് പറയുവാനായിട്ടുള്ള ഒരു എളിമയുടെ ഭാവം ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് അനുഗ്രഹം മക്കളിലൂടെ ദൈവാനുഗ്രഹം ലഭിക്കുന്നു. അതിനേക്കാളുപരി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ മക്കളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുന്നു. ഇതാണ് ഈ അനുഗ്രഹത്തിൻ്റെ ആ ഒരു മർമ്മം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ നീ അനുഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് നിനക്ക് അനുഗ്രഹം ലഭിക്കും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവർ ഒരു അനുഗ്രഹമായി മാറാൻ കൂടി നമ്മൾ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് അവരോട് പറയണം, ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അവർ പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പരം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ അവിടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടും. ആകേണ്ടവർ പരസ്പരം പഴി പറഞ്ഞ് അകലുവാനായിട്ട് കാരണം എന്താണ്? നിങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഒരു അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു ഭവനത്തിൽ അവിടെ പരസ്പരം അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, മകൾ അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, അമ്മ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം കൂടുതൽ ദൃഢമാകുമായിരുന്നു, ആ ബന്ധം കൂടുതൽ അനുഗ്രഹമാകുമായിരുന്നു. ജോലിക്ക് പോകുന്ന ജീവിത പങ്കാളിയെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പങ്കാളി തയ്യാറായാൽ അവിടെ ബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറും. സ്കൂളിൽ പോകുന്ന മക്കളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറായാൽ അത് ബന്ധം കൂടുതൽ അനുഗ്രഹമായിട്ട് മാറും. പ്രാർത്ഥനയുടെ സമയങ്ങളിൽ, കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്ക് ആശീർവാദവും അനുഗ്രഹവും കൊടുക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ മക്കളോട് പറയണം, ഞങ്ങളെയും ഒന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ. ഇതാണ് അനുഗ്രഹത്തിന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുക. നിന്റെ നിലപാടുകൾ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുക. അതിന് സ്വാർത്ഥത വെടിഞ്ഞ് എളിമ വേണം. എളിമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാനൊരു വൈദികനായതുകൊണ്ട് ഒരു അൽമായൻ്റെ മുമ്പിൽ ഒന്ന് എന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുവാനായിട്ട് എനിക്ക് എളിമയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാനൊരു അനുഗ്രഹമല്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണം എന്താണ്? ഞാനെന്തോ വലിയ ആളാണെന്ന് പറഞ്ഞ് ഉയർന്നു നിന്നുകൊണ്ട് മറ്റുള്ളവർ എന്നെ അനുഗ്രഹിക്കണമെന്നുള്ള താല്പര്യമില്ലായ്മ ഇന്ന് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ തകർച്ചകൾക്ക് കാരണമാവുകയാണ്. നീ എത്രത്തോളം ഉയർന്ന അവസ്ഥയിൽ ഉയരുന്നോ അത്രത്തോളം നീ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും മറ്റുള്ളവരുടെ അനുഗ്രഹം സ്വീകരിക്കുവാനായി നിന്നു കൊടുക്കുവാനും കഴിയുമ്പോൾ വിശ്വാസ ജീവിതം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ ദിനത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവത്തോട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളെ ഒക്കെ ഒന്ന് സമർപ്പിച്ചിട്ട് ചോദിക്കുക, ഞാൻ എപ്രകാരമാണ് ഞാനായിരിക്കുന്ന ഇടത്ത് ജീവിക്കുന്നത്? ഒരനുഗ്രഹമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുവാൻ, ദൈവം അവരെ അനുഗ്രഹിക്കുവാനായി അവരുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് അവരുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? ആ ഒരു മനോഭാവം എൻ്റെ ഉള്ളിലുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ ദിനത്തിൽ തിരുത്തേണ്ട മേഖലകൾ കണ്ടെത്താം.
അനുഗ്രഹം കൊടുക്കുന്നതോടൊപ്പം മറ്റുള്ളവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അവരിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നവരും കൂടിയാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നത് തിന്മയ്ക്ക് തിന്മ ചെയ്യാതെ അനുഗ്രഹിക്കുവാനാണല്ലോ. അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ അവരുടെ മുമ്പിൽ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ആശീർവദിക്കുവാനുമുള്ള ഒരു എളിമ ഞങ്ങൾക്ക് തരണമേ. അനുഗ്രഹം കൊടുക്കുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനുമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്നുള്ള വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.